ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയും അതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് പ്രിയയെ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പ്രിയയുടെ മനസ്സ് നിറച്ച് അങ്ങനെ തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. എന്നിട്ട് പ്രിയ നേരെ തിരിച്ചു കയറി ചെന്ന് ആ ഫോട്ടോ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ച് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലാണ്. കാരണം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പ്രിയയെ കണ്ടുകൊണ്ട് ഇവർ തിരിച്ചു വന്ന് നോക്കി നിൽക്കുവാണ്. അപ്പോൾ അത്രത്തോളം ആഴത്തിൽ ആ മനസ്സിൽ ആദ്യത്തെ ഭർത്താവ് പതിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും മനസ്സിലായി. ഇവരെല്ലാവരും ഇങ്ങനെ നിസ്സഹായതയോടുകൂടി പ്രിയയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, എന്തൊരു നിപ്പാ മോളെ ഇത്, ബാ അവരവിടെ കാത്തിരിക്കല്ലേ, നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് ഫോട്ടോ എടുത്ത് അവിടെ പാകത്ത് വെച്ചിട്ട് ഇങ്ങനെ പോരുക. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ അവരുടെ മുഖത്ത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനെങ്കിലും ഒന്ന് ചിരിച്ച് ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരണമെന്നും ചെറിയമ്മ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും പ്രിയ ഒന്നും മിണ്ടുന്നില്ല. നിൻ്റെ മനസ്സും നിൻ്റെ അവസ്ഥയും ഒക്കെ ചെറിയമ്മയ്ക്ക് അറിയാം. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചെറിയമ്മ പറയുന്നത്. എൻ്റെ മോള് അവരുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കുകയെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കഴിയില്ല ചെറിയമ്മയെന്ന് നമ്മുടെ പ്രിയ പറയുക. അങ്ങനെ ഒരിക്കലും പറയരുത്, അവരുടെ മുന്നിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ അഭിമാനം കളയരുത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ ഒന്ന് ചിരിച്ചു കേട്ടോ. അഭിമാനം കളയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങനെ നമ്മുടെ പ്രിയ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ഇവിടെ പിങ്കിയൊക്കെ ഇങ്ങനെ നോക്കുക, ഈ പുള്ളിക്കാരിക്ക് എന്നാ പറ്റിയെന്നുള്ളൊരിതിൽ. പിന്നെ തോരാതെ ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും സംസാരിച്ചും നമ്മുടെ പവിത്ര കൂടെ ഉണ്ടല്ലോ. പവിത്ര ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പ്രിയ അതൊന്നും മുഖത്ത് കാണിക്കുന്നില്ലേ. അങ്ങനെ ആ നടക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പവിത്ര അവിടെ നിന്ന് പറയാണ്, ഇനിയിപ്പോൾ പ്രിയ പുതിയൊരു പേരിലേക്ക് മാറാൻ പോവുകയാണ്. പ്രിയ വസന്ത് എന്നുള്ള പേര് പ്രിയ ഇന്ന പേരായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴാണ് നമ്മുടെ നന്ദ ഞെട്ടുന്നത്. പ്രിയ വസന്തോ? എന്താ പറഞ്ഞത്? പ്രിയച്ചിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് വസന്ത് എന്നാണോ എന്ന് ചോദിച്ചു. ആ അതെ, പ്രിയ വസന്ത്. ആണോ അമ്മേ? പ്രിയച്ചിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് വസന്ത് എന്നാണോ? അതെ, ഡോക്ടർ വസന്ത്. അത് മോൾക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ചോദിച്ചു. അപ്പോൾ അറിയില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടി. പ്രിയച്ചി ഇതെന്താ എന്നോട് ഇത്രയും നാളായിട്ട് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ പ്രിയയും പറഞ്ഞു. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എത്രയോ തവണ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു, അപ്പോഴെങ്കിലൊക്കെ എന്നോടൊന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമല്ല, അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, വരാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ പ്രിയ അവിടെ നിന്ന് കൊണ്ടുപോകുക. അപ്പോൾ പ്രിയയ്ക്ക് കൊണ്ടുപോകാനുള്ള ചായയും കാര്യങ്ങളും ഇതെല്ലാം അവിടെ ഡൈനിങ് ടേബിളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു, പലഹാരങ്ങളും ഇതൊക്കെ. അങ്ങനെയെല്ലാം റെഡിയാക്കി അവിടെ ഇരിക്കുന്നു. പ്രിയയെ അങ്ങോട്ടേക്ക് കൊണ്ടുചെല്ലുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദ തിരിച്ച് പ്രിയയുടെ റൂമിലേക്ക് ഓടുമ്പോഴെല്ലാം പിങ്കി ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ഓടുന്നത്, ഇവളെന്തിനാ ഇങ്ങനെ പരവേശം കാണിക്കുന്നത് എന്നുള്ളൊരിതിൽ അങ്ങനെ പ്രിയ ആ ഒരു ഇതും ചിന്തിക്കുന്നുണ്ട്, എന്താ നന്ദയ്ക്ക് പറ്റിയത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദ ഓടി പ്രിയയുടെ റൂമിൽ ചെന്നിട്ട് പ്രിയ വെച്ചിരുന്ന ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആരാ തൻ്റെ VK സാറിൻ്റെ ഫോട്ടോ. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി. ഓ മൈ ഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയും എടുത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്നുപോയി. ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിയേച്ചിയെക്കുറിച്ചാണ് ഇത്രയും നാൾ ഈ സാറ് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് നന്ദയ്ക്ക് മനസ്സിലായത്. അപ്പോൾ അത്രയും നന്മ നിറഞ്ഞൊരു മനുഷ്യനെ ഇവരാരും അറിയാതെ പോയതാണെന്നുള്ള കാര്യം നന്ദയ്ക്ക് വ്യക്തമായി മനസ്സിലായി. എന്തായാലും സാറിൻ്റെ ജീവിതത്തിൽ പ്രിയേച്ചിക്കുള്ള സ്ഥാനം എത്രത്തോളമാണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് നന്ദയ്ക്കറിയാം. കാരണം ആ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദയ്ക്ക് അറിയാവുന്നതായതുകൊണ്ട്. അങ്ങനെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ നന്ദ ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഫോട്ടോ അവിടെ വെച്ചിട്ട് തിരിച്ചോടിയായിട്ട് ഈ പ്രിയ ഇങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് പ്രിയേച്ചി എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അപ്പോഴേക്കും ഇവരെല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ലക്ഷ്മി, എന്താ മോളെ നിനക്ക് പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് കാണൽ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ അന്താളിച്ച് നോക്കുക ലക്ഷ്മിയും പവിത്രയും അതുപോലെ തന്നെ പിങ്കിയും. നാച്ചുറലായിട്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ പ്രിയയെ നോക്കുന്നു. അപ്പോൾ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചേ. ഇല്ല, ഒരിക്കലും ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് പ്രിയേച്ചിക്ക് ഒരു ചേരുന്ന വിവാഹമല്ല.
ഈ വീട്ടിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും പ്രിയേച്ചിയെ വിവാഹം കഴിപ്പിച്ച് വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ഈ ഒരു പെണ്ണ് കാണൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ ഈ പെണ്ണ് കാണൽ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നന്ദ നിൽക്കുക. പോവല്ലേ പ്രിയേച്ചി, പോവല്ലേ പ്രിയേച്ചി എന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ നോക്കുക. ഇവക്ക് എന്താ പറ്റിയത്? ഇവക്ക് ഭ്രാന്താണോ? എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയില്ലേ? ഇവളെന്താ ഇവിടെ വന്ന് നീ കാണിക്കുന്നതെന്നൊക്കെ പ്രിയയോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും പിങ്കി ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ നന്ദേ, നീ എന്താ ഈ കാണിക്കുന്നേ? അല്ലെങ്കിൽ നീ എന്താ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല എന്നും പറഞ്ഞ് അങ്ങനെ. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലമ്മേ, ഇത് ഞാൻ പറയുന്നത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പ്രിയേച്ചി ഒരിക്കലും ഇപ്പോൾ വന്നിരിക്കുന്ന ആളിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാകും എന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ പറഞ്ഞു. അപ്പം നന്ദ ഇത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം നന്ദ പ്രിയെ വിടുന്നില്ല. പ്രിയ വട്ടം പിടിച്ചിരിക്കുക, അനങ്ങാൻ പോലും സമ്മതിക്കാതെ. അങ്ങനെ പ്രിയേച്ചി പോവണ്ടെന്നാണ് നന്ദ പറയുന്നത്. പിന്നെ അത് അവർ എന്ന് അവരോടെല്ലാവരും അരുന്ധതിയോടൊക്കെ പറയുന്നു. അരുന്ധതിയൊക്കെ വരുന്നു. മൊത്തത്തിൽ വിഷയമായി. പിന്നെ ഗൗതം വരുന്നു. ഗൗതം വന്നിട്ട് നീ എന്തൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം സാർ, ഞാനൊരു കാരണമില്ലാതെ ഒന്നിലും തലയിടില്ലെന്ന് ഗൗതം സാറിന് അറിയാവുന്നതിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും പ്ലീസ്, ഒന്ന് കേൾക്കുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. പക്ഷെ ആരും അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയോട് എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ ചെന്ന് തല കാണിച്ചിട്ട് വരാനായി. കാരണം അവരെ വിളിച്ചു വരുത്തിയല്ലോ വീട്ടിൽ. വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ മുന്നിലേക്ക് പെണ്ണ് ചെല്ലില്ലെന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് നന്ദയെ പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഈ പെണ്ണ് കാണൽ ചടങ്ങ് പൂർത്തീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയയും കൂട്ടിക്കൊണ്ട് അവരെല്ലാവരും പോകും. പ്രിയ അവിടെ ചെന്ന് ചായ വെച്ച് ഓടി അങ്ങ് പോകുന്നു. പിന്നെ അവരുടെ മുന്നിൽ നിന്നില്ല. എന്നിട്ട് ഇപ്പുറം മാറി നിന്ന് വിഷമത്തോടു കൂടി നമ്മുടെ പ്രിയ ഇങ്ങനെ ഇരിക്കുക. കാരണം എന്തുകൊണ്ടാണ് നന്ദ അങ്ങനെ തന്നെ പറഞ്ഞത് എന്നുള്ളൊരിതിൽ അങ്ങനെ നന്ദ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലക്ഷ്മിക്കും ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടുപോയി. കാരണം എന്തിനായിരിക്കും മോൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ലക്ഷ്മിക്കും വന്നു. ഈ സമയത്ത് പിങ്കി നന്ദക്കിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പണിയാണ് ഈ സമയം. കാരണം നന്ദയെ എല്ലാവരും ഇപ്പോൾ കണ്ണിലുണ്ണിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. നന്ദയെ ശരിക്കും എല്ലാവരുടെയും ശത്രുവാക്കാൻ പറ്റിയൊരു അവസരമാണെന്ന് ഓർത്ത് പിങ്കി ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്മി അത് വളരെ കൈകാര്യപൂർവ്വം ചെയ്തതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദയ്ക്ക് അപ്പോഴേക്കും വി കെ സാറിൻ്റെ ചിന്ത വന്നു. കാരണം സാർ കഞ്ഞി ചോദിച്ചിരുന്നല്ലോ, കഞ്ഞി കൊടുക്കണം. എന്ത് ചെയ്തു? വേഗം തന്നെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഞ്ഞിയെല്ലാം റെഡിയാക്കി നമ്മുടെ നന്ദ വി കെ സാറിനെ കാണാനായിട്ട് പോവുക. അപ്പം നന്ദ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വി കെ സാർ വിളിച്ച് കഞ്ഞി ചോദിച്ച കാര്യമൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വീണ്ടും ഇവരോടൊക്കെ ആവർത്തിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് നമ്മുടെ നന്ദ പോകും. അപ്പോഴും നന്ദ പോകുമ്പോഴും നന്ദയുടെ മനസ്സിൽ പല ചിന്തകളും പല ഉദ്ദേശങ്ങളും ഉണ്ട്. കാരണം സാറിനെ ഒരു നല്ല മനുഷ്യനാക്കി കൊണ്ടുവരിക, അതുവഴി പ്രിയേച്ചിയെയും സാറിനെയും തമ്മിൽ ഒന്നിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ നന്ദയുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങളും ചിന്തകളും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോകുമ്പോൾ പിങ്കിക്ക് അന്നേരവും സംശയം, ഇവളെന്നാ ഇങ്ങനെ, ഇവളെന്ത് ഈ കാണിക്കുന്നത്, ഇവൾ ആർക്ക് എന്നാ കാണിക്കാൻ പോണതാണെന്നൊക്കെ ഇങ്ങനെ പിങ്കി നിൽക്കുന്നത്. കാരണം പിങ്കിയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ നന്ദ എല്ലാ കാര്യങ്ങളും അതായത് വളരെ നോക്കിയും കണ്ടൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് കഞ്ഞിയൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ അവിടെ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ട ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഉണ്ടാകേണ്ടവരെല്ലാവരും വീടുകളിലൂടെ ഉണ്ട്. പക്ഷേ അനാഥനെ പോലെ കിടക്കുന്ന വി കെ സാറിനെ കണ്ടപ്പോൾ നന്ദയ്ക്ക് സഹിച്ചില്ല. നന്ദയ്ക്ക് ശരിക്കും സങ്കടം വന്നു. നന്ദ എന്നിട്ടൊരു വിഷമത്തോടെ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സാറെന്ന് പറഞ്ഞ് വിളിച്ചു. താൻ വന്നോ എന്നും ചോദിച്ചുകൊണ്ട് നേരത്തേക്കും വി കെ. ഇപ്പോൾ സാറിന് കഞ്ഞിയായിട്ട് വന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു തനിക്കതൊരു ബുദ്ധിമുട്ടായി കാണും, താൻ വരില്ലായിരിക്കുന്നു. ആട്ടെ, തൻ്റെ ചേച്ചിയുടെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ല ഇതായോ? അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു സാർ. പിന്നെ ആ വിവാഹം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. അതെന്താ? ചേച്ചിയുടെ ജീവിതത്തിലും ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം നന്ദ ഇങ്ങനെ ഓരോ ഇതൊക്കെ സാറിനോട് പറയാം. എന്തിനാടോ ആദ്യത്തെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടും രണ്ടാമത് ഒരു കുരുക്കിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്? വിവാഹം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുരുക്കല്ലേ. അതിലെന്തിനാ ആ സ്ത്രീയെ അല്ലെങ്കിൽ തൻ്റെ ചേച്ചിയെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അവരെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സാറ് ചോദിക്കുക. അപ്പോൾ ഈ സമയത്താട്ട് ഈ സാന്ദ്ര അതിലെ വരുന്നത്. സാന്ദ്ര അതിലെ വന്നപ്പോഴേക്കും നന്ദയും അതുപോലെ ഈ സാറും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സാന്ദ്രയ്ക്ക് എന്തൊക്കെയോ വേണ്ടാതീനങ്ങൾ തോന്നുന്നു. സാന്ദ്ര എന്നിട്ട് വേഗം തന്നെ പിങ്കിയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. എന്താടി സാന്ദ്ര നീ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നന്ദയെ ഇന്ന പോലെ ഇവിടെ വെച്ച് കണ്ടടി, അവളെന്തിനാടി ഇവിടെ വന്നിരിക്കുന്നത്, ആ ആശുപത്രി കിടക്കുന്ന അവളുടെ ആരാടി എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പിങ്കി ഓർക്കുക. എടി നീ ഒരു കാര്യം ചെയ്യുക, അവർ തമ്മിലിരിക്കുന്ന ഫോട്ടോ നീ വീഡിയോ ആയിട്ട് എടുക്കാൻ പറഞ്ഞു സാന്ദ്രയോട്.
ഈ പറയുന്ന നമ്മുടെ പിങ്കി. അപ്പോൾ എന്തായാലും അവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് കഥയുണ്ടാക്കാം, ഗോസിപ്പ് ഉണ്ടാക്കാമെന്നൊക്കെയാണ് ആശാത്തി വിചാരിച്ചത്. അങ്ങനെ കൂട്ടുകാരി പറയുന്നത് കേട്ടിട്ട് സാന്ദ്ര എന്തായാലും ആ ഒരു വീഡിയോയും ഒക്കെ പകർത്തിക്കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ നന്ദയാണെങ്കിൽ സാറിന് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന് ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഒരു സഹായി എന്നുള്ള നിലയിൽ അങ്ങനെ നമ്മുടെ നന്ദ സഹായിക്കും. ഇനിയിപ്പോൾ നന്ദയ്ക്ക് സഹായിക്കാം, കാരണം തൻ്റെ പ്രിയേച്ചിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് അദ്ദേഹത്തിനെ സഹായിക്കുന്നതിൽ എന്താ ഒരു പ്രശ്നവും ഇല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ നന്ദ ഇച്ചിരി ആത്മാർത്ഥത കൂടിപ്പോയെന്ന് പറയാം. നന്ദ ഇങ്ങനെ BKയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതെല്ലാം കണ്ട് ഈ സാന്ദ്ര അതെല്ലാം അവിടെ നിന്ന് വീഡിയോയിൽ പകർത്തുന്നു. പക്ഷേ ഇതെല്ലാം തിരിഞ്ഞ് സാന്ദ്രയ്ക്കും അതുപോലെ തന്നെ പിങ്കിക്കും വരുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അവർ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ച് കൂട്ടുന്നത്. ഇവരുടെ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. ഈ സമയത്താണ് നമ്മുടെ വിഷമിച്ച് നിൽക്കുന്ന പ്രിയയെ കാണാനായിട്ട് ലക്ഷ്മി ചെല്ലുന്നത്. ലക്ഷ്മി ചെന്നിട്ട് അരുന്ധതിക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ അരുന്ധതിക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയമ്മ എന്നോട് ഇനി അതിനെ പറ്റി ഒന്നും പറയണ്ട, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് ഈ ലോകത്താരൊക്കെ എൻ്റെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നോട് ആത്മാർത്ഥതയില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആരുമല്ല. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവിതം പോലും പ്രശ്നമല്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ എൻ്റെ ജീവിതം ഈ രീതിയിലായി ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ചെറിയമ്മ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടോ. അങ്ങനെ എന്തായാലും ഇന്ത്യവരത്തിൽ അരുന്ധതിക്ക് അല്ലെങ്കിൽ പിങ്കിക്ക് ഇവർക്കെല്ലാവർക്കും പണി കൊടുത്തുകൊണ്ടാണ് ഇന്ത്യവരത്തിൽ നമ്മുടെ നന്ദ അത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ ഇനി നമ്മുടെ നന്ദയുടെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഥയിലെ ഇന്നത്തെ കണ്ടന്റുകൾ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.